ഹലോ, ഇന്ന് ഞാൻ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഫുഡ് കഴിക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നും ഞാനും ചേച്ചിയും കൂടെയാണ് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ നേരെ വരുന്ന സ്ഥലമാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യൻ ഫുഡിന്റെ. ആൻഡ് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല, ഇത് ശരിക്കും ഒരു ലിറ്റിൽ ഇന്ത്യ തന്നെയാണ്. ഈ ഷോപ്പ് ആക്ച്വലി ഇപ്പോ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഷോപ്പാണ്. അപ്പൊ ഞങ്ങളൊന്ന് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ്. നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഷോപ്പിന്റെ പേര് വരുന്നത് രാംനാഥ് പൊന്നിമെസ് എന്നാണ്. ഈ രാംനാട് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ് ഈ പൊന്നിമെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണിത്. ഈ പുള്ളിയാണ് നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് മെയിൻ ഐറ്റംസ്, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽസ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കിഴി പൊറോട്ടയാണ്. കിഴി പൊറോട്ട ചിക്കൻ വെച്ചിട്ടുള്ള കിഴി പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് കറി ദോശ, ചിക്കൻ കറി ദോശയാണ്. ആൻഡ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഡ്രിങ്ക് ആയിട്ട് മൊഹബത്ത് സർബത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് ബ്രിഞ്ചോൾ വെച്ചിട്ടൊരു തൊക്കുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു തമിഴ്നാട് സ്റ്റൈലില് മോസ്റ്റ്ലി ഇത് ഉണ്ടാവും എന്ന് തോന്നുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ സിംഗപ്പൂരിൽ വന്നിട്ട് മട്ടൻ ബിരിയാണി കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. മീറ്റ് ഒക്കെ വെൽ കുക്ക്ഡ് ആയിരുന്നു. പിന്നെ ചിക്കൻ കറി ദോശ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഇത് വന്നിട്ട് കലക്കിയാണ് കേട്ടോ. അത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ഐറ്റം ആണ്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇവരുടെ സർവീസും ആംബിയൻസും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളതും പിന്നെ ഫുഡിനെ കുറിച്ച് എങ്ങനെയുണ്ടെന്നുള്ളതും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൂപ്പർ ഫുഡായിരുന്നു. ആൻഡ് ഇവിടെ വീണ്ടും ഞങ്ങൾക്ക് വരണമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു അവിടുത്തെ. ഫൈനലി ഞങ്ങൾ സ്വീറ്റ് ആയിട്ട് മേടിച്ചത് ബ്രെഡ് ഹൽവയാണ്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ റേറ്റ് ആണെങ്കിലും ഒരുപാട് വലിയ റേറ്റ് അല്ല ഇവർ ചാർജ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് ഇവിടെ മേടിച്ച് കഴിക്കാനായിട്ട്. പക്ഷേ ഇത് എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും ഇവിടത്തെ അപേക്ഷിച്ച് ഇത് ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നതിൽ. അപ്പൊ ഇന്നത്തെ ഫുഡ് വിശേഷം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.